നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ ആകാശ ദുരന്തമാണ് ഇന്ന് സംഭവിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 യാത്രാ വിമാനമാണ് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത്. ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകരുന്നത്. യന്ത്ര തകരാറാണ് വിമാനം തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 1:38 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. വിമാനം 625 അടിയിലേറെ ഉയരത്തിൽ എത്തിയ ശേഷമാണ് താഴേക്ക് പതിക്കുന്നത്. 1:40 താഴേക്ക് വീണ വിമാനം ഉടൻ തന്നെ കത്തിയമരുകയായിരുന്നു. ഈ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും. പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായരാണ് മരിച്ചത്. UK-യിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. UK-യിൽ എത്തിയിട്ട് 1 വർഷം മാത്രമാണ് ആയത്. അവധി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ദുരന്തം സംഭവിച്ചത്. രഞ്ജിതയുടെ പുതിയ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിരികെ നാട്ടിലെത്തി മക്കളോടൊപ്പം താമസിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത്. 2 മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത്. അപ്രതീക്ഷിതമായാണ് ദുരന്തം രഞ്ജിതയെ തേടിയെത്തി. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും പിന്തുണച്ചാൽ അത് വേണ്ടെന്ന് പറയാനുള്ള അഹങ്കാരം കാണിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് പിന്തുണയ്ക്കുന്നവരുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ? ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങുന്നവർ മഹാത്മാഗാന്ധിയെ കൊന്നവരെ അംഗീകരിക്കുന്നുണ്ടോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിട്ടുള്ള MSC മാൻസ F ചരക്കുകപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ചരക്കുകപ്പൽ തീരം വിടാൻ അനുവദിക്കരുതെന്ന് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. MSC കപ്പൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എൽസ 3 എന്ന ചരക്ക് കപ്പൽ അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപം മറിഞ്ഞ് അപകടമുണ്ടായതിൽ കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമായിട്ടില്ല. പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം ഉത്തരാഖണ്ഡ് പോലീസ് സംസ്ഥാനത്തെ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. മരിച്ചത് പ്രേംകുമാർ തന്നെയാണെന്നാണ് ഉത്തരാഖണ്ഡ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കേരള പോലീസ് അവിടെ ചെന്ന മൃതദേഹം കണ്ട് മരിച്ചത് പ്രേംകുമാർ തന്നെയെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവൂ. ഒളിക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 7 മാസക്കാലമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിന്റെ മൊബൈലിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്നചിത്രങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി വൈശാഖ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ സൈബർ വിഭാഗം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത്. കുണ്ടറയിൽ മേശയുടെ ഗ്ലാസ് പൊട്ടി വീണ് പരിക്കേറ്റ് 5 വയസ്സുകാരൻ മരിച്ചു. സുനീഷ് റൂബി ദമ്പതികളുടെ മകൻ എയ്തനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ചോര വാർന്ന നിലയിൽ കണ്ട കുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. സംഭവ സമയത്ത് വീട്ടിൽ കുഞ്ഞും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മ കുളിമുറിയിലായിരുന്നു. ഈ സമയത്ത് കുഞ്ഞ് ഹാളിൽ ഒറ്റയ്ക്കായിരുന്നു. ടീപ്പോയിലെ ഗ്ലാസ് പൊട്ടി വീണ് എയ്തന്റെ കാലിൽ തുളച്ചു കയറുകയായിരുന്നു. തുടയിലേക്കാണ് ഗ്ലാസ് തുളച്ചു കയറിയത്. കോഴിക്കോട് പന്തീരങ്കാവിൽ ഇസാബ് ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ കേസിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പണം തട്ടിയെടുത്ത പന്തീരങ്കാവ് പള്ളിപ്പുറം സ്വദേശിയായ ഷിബിൻ ലാലിന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അക്ഷയ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇസാബ് ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ജീവനക്കാർ ഈ പണം അക്ഷയ ബാങ്കിൽ നൽകാൻ കൊണ്ടുപോകുന്ന വഴിയാണ് ഇയാൾ ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നത്. പ്രത്യേക ജാതിയിലോ മതത്തിലോ വിശ്വാസമില്ലാത്തവർ ആവശ്യപ്പെടുന്ന പക്ഷം നോ കാസ്റ്റ് നോ റിലീജിയൻ സർട്ടിഫിക്കറ്റ് നൽകാൻ തമിഴ്നാട് സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതി. റവന്യൂ അധികാരികൾക്ക് മുമ്പാകെ ഇത്തരത്തിൽ അപേക്ഷ നൽകുന്നവർക്ക് ജാതിയില്ല മതമില്ല സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന കൊലപാതക വിവരം കൂടി പുറത്തുവരുന്നു. ത്രിപുരയിലെ ധലായ് ജില്ലയിലാണ് സംഭവം. 24-കാരനെ കൊലപ്പെടുത്തി ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിച്ച സംഭവത്തിൽ യുവാവിന്റെ പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായി. അഗർത്തല സ്വദേശിയായ ഷറീഫുൽ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്.